കുഴപ്പാവോ? സാറ് പേടിക്കണ്ട, എന്തൊക്കെ വന്നാലും ഈ പിള്ള ഡീൽ ചെയ്തോളാം. സാറൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ. ആ, താൻ ഇന്നലെ രാത്രിയിൽ എവിടെ പോയി? ഞാൻ രാത്രിയിൽ വീട്ടിൽ പോകും സാറേ, പകല് മാത്രമേ ഉണ്ടാവൂ. നിങ്ങളൊക്കെ? ഞാൻ ശാന്ത. ഞാൻ പൊന്നി. പൊന്നി ഇവിടെ വീട്ടുപണിക്ക് വർഷങ്ങളായിട്ടുണ്ട്. ശാന്ത കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പുതിയതായിട്ട് വന്നതാ. ശാലിനി ഏർപ്പാടാക്കിയതാ. ശാരദാമ്മയുടെ ഹോട്ടലിൽ സഹായത്തിനായി നിന്നതാ. അപ്പൊ കുഞ്ഞ് നഷ്ടപ്പെടുന്ന സമയത്ത് കുഞ്ഞിനോടൊപ്പം ശാന്ത ഉണ്ടായിരുന്നു അല്ലേ? ശബ്ദം കേട്ടാ സർ ഞാൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റത്. അപ്പോ കട്ടിലിൽ കുഞ്ഞില്ല. ഞാൻ ജനലിലൂടെ ആ സമയത്ത് വന്ന് നോക്കുമ്പോ ആരോ ഒരാൾ ഓടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. 2 ദിവസം മുമ്പ് സ്വർണം മോഷ്ടിക്കാനായിട്ട് മതിൽ ചാടി വന്നവൻ അപ്പൊ സ്വർണം മോഷ്ടിക്കാൻ വന്നതല്ല. അന്നവൻ ഈ കുഞ്ഞിനെ തന്നെ നോക്കി വന്നതായിരിക്കും. ആൾ ഉണർന്നുകൊണ്ട് ആ ശ്രമം നടത്താനാവാതെ ഓടിക്കളഞ്ഞതാവാനും വഴിയുണ്ട്. എന്നാൽ അവൻ ഈ കുഞ്ഞിനെ തന്നെ നോക്കി വന്നതായിരിക്കും. ആൾ ഉണർന്നതുകൊണ്ട് ആ ശ്രമം നടത്താനാവാതെ ഓടിക്കളഞ്ഞതാവാനും വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് സഹായിയായിട്ട് ഇവിടെ ആരോ ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അവൻ വീണ്ടും വരില്ലല്ലോ. ഫോൺ എടുക്ക്. അത് കുഴപ്പമില്ല സാറേ, കെട്ടിയോനാ, ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ. നീ എന്താണ് ചത്തടക്കായിരുന്ന? അത് പിന്നെ ഞാനിവിടെ. നീ എവിടെ? പറ. നീ എന്താണ് ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കാത്തെ? നിനക്ക് വേറെ വല്ല സംബന്ധം കിട്ടിയ അവിടെ? ഇങ്ങതോ തരാൻ. എന്താണ് നീ ഒന്നും മിണ്ടാത്തെ? ഏതവന്റെ കൂടെ ആടി നീ? എന്താണോ നിനക്ക് വേണ്ടേ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനേ എന്റെ ഭാര്യയാണ് വിളിച്ചത്. അവരുടെ ഫോണിൽ നിന്ന് എന്നോട് ചോദിക്കുന്നു നിനക്കെന്താ വേണ്ടെന്ന്. എനിക്ക് വേണ്ടതേ നിന്നെ. ആരടാ നീ? പറടാ. റസാഖ്. ചെറിയൊരു പണിയുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ. ദൈവമേ, അവള് പെട്ടോ? ഹലോ ഹലോ. അയ്യോ, ദേ വിളിക്കുന്നു. കട്ടാക്കി. സ്വിച്ച് ഓഫ് ആവട്ടെ. സ്വിച്ച് ഓഫാ? അല്ല, ഇയാൾക്കെന്താ പണി? ഒരു പണിക്ക് പോയില്ല സാറേ, കുടിയനാ. കള്ളകത്ത് നിന്നാ ഇതുപോലെ എന്നെ വിളിക്കണം, വിളിച്ചിട്ട് ചീത്ത വിളിക്കും. ഞാൻ ഇനിയും വരും. കുഞ്ഞെവിടെയുണ്ട്, ആരാണ് കൊണ്ടുപോയെന്ന് അറിയുന്നത് വരെ ഞാൻ വരും. അന്നേരം ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട, പരിഹാരം ഉടഞ്ഞുണ്ടാക്കാം. ഇതിപ്പോ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാതെ ഒരു സമാധാനം ഇല്ലല്ലോ. നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുമ്പോ ആ കുഞ്ഞിന്റെ അമ്മയ്ക്കും ശാലിനിക്കും ഒക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? ആ എടുത്തോണ്ട് പോയവൻ ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴത്തേയുള്ളൂ. ഇത് കുഴപ്പാവോ? സാറ് പേടിക്കണ്ട, എന്തൊക്കെ വന്നാലും ഈ പിള്ള ഡീൽ ചെയ്തോളാം. സാറൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ.
കളക്ടർ ശാലിനി മേഡം പറഞ്ഞവരാണോ? അതെ, ഞാനാ അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തി. ആ. ഇതിന്റെ ഹസ്ബൻഡ് കൃഷ്ണമൂർത്തി. ആ സാറേ, സൂപ്രണ്ട് 1-2 വട്ടം ചോദിച്ചിരുന്നു. ആ, ഇവിടേക്ക് വരാനായി ഫോൺ ചെയ്ത ശേഷം 1-2 കക്ഷികൾ വന്നു. ഓ, വീട്ടില് അങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തതാ. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസായതുകൊണ്ട് കുറച്ച് സമയം അവർക്കൊപ്പം പോയി. നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സൂപ്രണ്ടിന് എവിടെയൊക്കെയോ പോകാനുണ്ടെന്ന് തോന്നുന്നു. അതാ തിരക്കിയത്. ആ വരൂ. ബിസിനസ്സും നിയമവും രണ്ടുപേരുടെയും തിരക്കിനിടയിൽ കുടുംബജീവിതത്തിന് സമയം കിട്ടാറുണ്ടോ? പ്രത്യേകിച്ച് ഒന്നിനും സമയം കിട്ടാത്ത ഈ ലോകത്ത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ 2ാം സ്ഥാനമോ. ആദ്യ പ്രിഫറൻസ് കൊടുക്കുന്നത് കുടുംബജീവിതത്തിന് തന്നെയാ. അതുകൊണ്ടാ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നും അതിലൂടെ ഞങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാവണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചത്. ജീവിതത്തിൽ പണം മാത്രം പോരല്ലോ സർ, അതനുഭവിക്കാനുള്ള ആൾ കൂടി വേണ്ടേ? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. എന്നിരുന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ സ്ഥാനം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് വേണം സർ. പരസ്പരം ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമേ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വാല്യൂ ഉള്ളൂന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വരുമ്പോൾ കുട്ടിയുടെ സുരക്ഷിതത്വവും മികച്ച ഭാവിയും മുൻനിർത്തി നിയമപരമായും മാനസികമായും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒരു പുതിയ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ കുട്ടിക്കുണ്ടാവാനിടയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി നമ്മൾ കാണേണ്ടി വരും. കുട്ടിയെ പെട്ടെന്നൊരു ദിവസം പുതിയ ആളുകൾക്കൊപ്പം ഞങ്ങൾ വിട്ടയക്കാറില്ല. പകരം ദത്തെടുക്കുന്നവരുമായി കുട്ടിക്ക് ഇടപഴകാൻ 1-2 അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. ഈ മാച്ചിങ് പ്രോസസ്സിൽ മനസ്സിലാക്കാം ഈ കുട്ടി നിങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെട്ട് ജീവിക്കുമെന്ന്. അതിന് നിങ്ങൾ രണ്ടുപേരും സമയം കണ്ടെത്തേണ്ടി വരും. തീർച്ചയായും ആ ഒരു കാര്യം ഞങ്ങൾക്ക് 2 പേർക്കും സ്വീകാര്യമാ. കുട്ടികളെ ഒന്ന് കാണിക്കാമോ? തീർച്ചയായും. ഇവരെ നമ്മളെ കുട്ടികളൊന്ന് കാണിക്കേ. ഏത് കുട്ടിയാ വേണ്ടതെന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയിപ്പിക്കണ്ട. ശരി സാർ, വരൂ. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്.